ദൈവം നമ്മുടെ ഹൃദയമാണ് ഓരോരുത്തരെയും നോക്കുന്നത്, അല്ല നമ്മുടെ സൗന്ദര്യമല്ല. 1 സാമുവേൽ 16:7 അത് വായിച്ചിട്ടാ പറഞ്ഞു. നമ്മുടെ ഉയരമോ തടിമിടുക്കോ ഒന്നുമല്ല. ഇവിടെ നമ്മൾ നോക്കണത് എന്താണ്? നല്ല ജിപ്പ കിട്ടണം, അല്ല അല്ലെങ്കിൽ നല്ല സാരി, നല്ല സ്വർണ്ണം ഇട്ടാൽ ആയി. ഇതാണ് കാണുന്നത്, അല്ലേ? അതല്ല ദൈവം നോക്കുന്നത്, നമ്മുടെ ഹൃദയഭാവമാണ്. അതാണ്. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവന്റെ ആകാര വടിവോ ഉയരമോ സൗന്ദര്യമോ നോക്കേണ്ട, അവന് ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. അതുകൊണ്ടാണ് ലൂക്ക 16:15 മനുഷ്യന്റെ ദൃഷ്ടിയിൽ നല്ലത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. ദൈവത്തിന്റെ ചിന്തകളെല്ലാം നമ്മളെപ്പോലെ അല്ല. യെശയ്യാ 55:8-9 ദൈവം ആത്മാവാണ്, ദൈവം ശക്തിയാണ്. ഈ ആത്മാവാണ് ദൈവം നമുക്ക് തരുന്നത്. ദൈവം അവസാന നാളുകളിൽ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ജോയൽ പ്രവാചകൻ 2:28-29 എല്ലാവരിലും, യുവതികളിലും യുവാക്കളിലും എല്ലാവരിലും. അപ്പൊ വിദ്യാഭ്യാസമൊന്നും കർത്താവിന് വേണോ? ഡിഗ്രി വേണോ? ഒന്നും വേണ്ട. കണ്ടോ, ഞങ്ങളെ കൊച്ചിൻ ടീമിൽ തന്നെ ഏറ്റവും നല്ല കൗൺസിലേഴ്സ് ആയിട്ടുള്ളത് മത്സ്യം പിടിക്കുന്ന സഹോദരികളാണ്. പ്രൈസ് ലോർഡ്. 6 പേര് PhD-ക്കായ ഡോക്ടറേറ്റ് ഉണ്ട്. കണ്ടോ, ഡബിൾ ഡോക്ടറേറ്റ് ഉള്ള 2 അച്ഛന്മാർ. പക്ഷെ അവരെക്കാളെല്ലാം വലിയ കർത്താവ് മത്സ്യം പിടിക്കുന്നവരാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ശക്തരാക്കും ദൈവം. വചനം വരുമ്പോൾ നമ്മൾ എളിമയോട് വരണം. വചനം എത്രയ്ക്ക് കൂടുതൽ വരുന്നു അത്രയ്ക്ക് നമ്മൾ താഴോട്ട് വരണം. സെയിന്റ് ആന്റണി കണ്ടോ, നിറച്ചും വചനമാണ്. നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? സെന്റ് ആന്റണി സന്തോണി പുണ്യാളൻ. എന്താ എന്താണ് പുണ്യാളിനെ ഇരിക്കുന്നത്? വചനമാണ്. മാതാവിൽ എന്താണ് ഇരിക്കുന്നത്? വചനമാണ്. ലൂക്ക 2:19 വചനം ഹൃദയത്തെ സംഗ്രഹിച്ചിരിക്കുന്നു. ഇതുകൊണ്ടാണ് മാതാവിന്റെ കൃപ. ലൂക്ക 1:30-38 ഇതാ ദാസി, അങ്ങനെ നിങ്ങൾ പറയുന്നുണ്ടോ? അപ്പോഴേ കൃപയിലോട്ട് വരുവുള്ളൂ. ലൂക്ക 1:45 വചനം പറയുന്ന എല്ലാം നടന്നിരിക്കും. വിശ്വസിക്കണം. വചനം വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ്? നമ്മുടെ ബന്ധനമാണ്. നമ്മളുടെ ബന്ധനങ്ങൾ, ആ ബന്ധനങ്ങൾ പൊട്ടിപ്പോണെങ്കിൽ വചനം കേൾക്കണം. കേട്ട് വരണം. ഇരുന്ന് കേൾക്കണം. 2 പേരുണ്ടായിരുന്നില്ലേ? മറിയവും പിന്നെ ആരാണ്? മാർത്ത, ചേർത്തി അനിയത്തിയാണ്. ലൂക്ക 10:38-42 വചനം ഒന്ന് വായിച്ചിട്ട് ഞാൻ പറയാതെ. മർത്തായും മറിയവും. അവൻ പോകുന്ന വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്ന പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്ന പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദത്തിങ്കലിരുന്നു. മാർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. അപ്പോൾ നമുക്ക് മറിയമാകണോ മാർത്തയാകണോ? ഇവരോടെ ചോദിക്കണം, നിങ്ങളോടല്ല കേട്ടോ. ഇങ്ങോട്ട് ആരാകണം? ഒച്ചത്തിൽ പറഞ്ഞു. മറിയമാണെങ്കിൽ കർത്താവിൻ്റെ പാദത്തിലിരിക്കണം, വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. മാർത്തയാട്ടെ അയലൊക്കെട്ടെല്ലാം പോയി ഉള്ള വഴക്കും കല്യാണം മുടക്കും പിന്നെ കൊണ്ട് എല്ലാം ഉണ്ടാക്കി നടന്നുണ്ടോ ഉണ്ടോ? അപ്പോൾ മറിയം, ഞാനൊരു കോൺവെന്റിൽ ചെന്നപ്പോൾ അവിടുത്തെ നൊവീഷ്യേറ്റ്സിന് അവിടുത്തെ മദർ പ്രൊവിൻഷ്യാലോ കൊണ്ടുവന്ന് ഒരു ക്ലാസ് കൊടുക്കാമോ? ചെന്നപ്പോൾ ഞാൻ ചോദിച്ചവരോട്, എല്ലാ നൊവീഷ്യേറ്റ് കുട്ടികളോടും നിങ്ങൾക്ക് ആരാകണമെന്ന് ചോദിച്ചു. അപ്പം അവരെല്ലാവരും കൂടി പറഞ്ഞു, ഞങ്ങൾക്ക് മാർത്തയാൽ മതി. കണ്ടോ, കന്യാസ്യാൻ പറഞ്ഞു മാർത്തയാൽ മതി. ഉണ്ടോ? അപ്പം യഥാർത്ഥത്തിൽ ആരാകേണ്ടത്? മറിയമാകേണ്ടത്. മറിയം നല്ല കാര്യം തിരഞ്ഞെടുത്തു. കണ്ടോ, ഈശോന്റെ പാദത്തിൽ
പാണങ്ങളോട് ചോദിക്കുന്നത്, ഞാൻ പത്രോസാണോ യൂദാസാണോ? പത്രോസാണ്. ഉറപ്പിച്ചു പറഞ്ഞു. ആ യൂദാസ് എന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ പോവും പണം. യൂദാസ് ആരാണെന്ന് അറിയാമോ? എന്നാ വായിക്കും. യോഹന്നാൻ 12:1-8 അതാണ് പിരിവുകാര് ഉണ്ടല്ലോ. അത് നന്നാക്കാൻ പോണം, ഇത് നന്നാക്കാൻ പോണം, നാട് നന്നാക്കാൻ പോണില്ലേ. റോമ 4:2 ദൈവത്തിന്റെ മുമ്പിലല്ല, മനുഷ്യന്റെ മുമ്പിൽ പേരും പെരുമയ്ക്കും വേണ്ടിയാണ്. അതാണ് ചിലർ പേരും പെരുമയ്ക്ക് വേണ്ടി ഓടും. ദൈവം അവിടെ സമ്മതിക്കില്ല. ദൈവം നോക്കുന്ന ഹൃദയഭാവമാണ്. വെളിപ്പാട് 2:23 നമ്മുടെ ഹൃദയമാണ് കർത്താവ് പരിശോധിക്കുന്നത്. ഇതാണ് രാത്രി വന്ന് നിന്നെ പരിശോധിച്ച് നോക്കുന്നതെല്ലാം സങ്കീർത്തനം 26:2 സങ്കീർത്തനം 17:3 പറയുന്നത്. സങ്കീർത്തനം 139 1-6 വനത്ത് നിന്നെ അവനെ പരിശോധിച്ച് നോക്കുന്നു. കണ്ടോ, ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ ഹൃദയം മാത്രമാണ്. അതായത് വേറെ ഒന്നുമല്ല. ബാക്കിയുള്ളതെല്ലാം ദൈവത്തിന് ദാനമാണ്. വചനം പാലിക്കുമ്പോൾ നിന്റെ അടുക്കള കൂടി ഞാൻ നോക്കിക്കൊള്ളാമെന്ന ദൈവം പറഞ്ഞില്ലേ. നിയമത്തിന് 28:1-14 എന്തുകൊണ്ടാണ് ഉപ്പ് കൂടി പോകുന്നത് പറയാമോ? വീട്ടിൽ കറിക്ക് ഉപ്പ് കൂടി പോകുന്നത് വല്ലയിടത്തും ശ്രദ്ധിച്ചിരുന്നിട്ടാണ്. ഭർത്താവിനുള്ള വൈരാഗ്യം, അല്ലെങ്കിൽ ആ മക്കളോട് ഇതൊക്കെ വരുന്ന കാര്യം ഇതുകൊണ്ടാണ്. നേരെ മറിച്ച് അവിടെ സ്നേഹമുണ്ടെങ്കിൽ കൃത്യം ഉപ്പയിടുള്ളൂ. കഞ്ഞിയെല്ലാം വെന്ത് പോയില്ലേ. അതുകൊണ്ടാണ് പ്രഭാഷകൻ 28 പറയുന്നത് 1 ആ 26 വനത്തിൽ അതിൽ 25-26 എന്ത് വേണമെന്ന് പറഞ്ഞു. നമ്മുടെ വായിക്ക് കൂട്ടും താക്കോലും വേണോ? നാക്കിനെ നിയന്ത്രിച്ചാൽ ശരീരത്തെ മുഴുവൻ നിയന്ത്രിച്ച് യാക്കോബ് 3:2. അവർ നാക്കിനെ നിയന്ത്രിക്കുമ്പോഴാണ് കർത്താവിലോട്ട് വേഗം വേഗം വരുന്നത്. പറഞ്ഞു വരുന്നത് വായിച്ചത്. അപ്പോൾ പത്രോസ് വേണോ, യൂദാസ് വേണോ? കണ്ടോ? എന്നിട്ട് കർത്താവ് പത്രോസിനെ തല്ലി പുറത്താക്കിയോ? ഇല്ലല്ലോ, കൂടെ കൊണ്ടു നടന്നില്ലേ. അത്രയും സ്നേഹമാണ് ദൈവത്തിന്റെ. ദൈവഹിതം നിറവേറാനാണ് പത്രോസ് ആ യൂദാസിനെ കൂടെ കൊണ്ടു നടന്നത് കർത്താവ്. അവർ ദൈവം അത്രയും സ്നേഹിക്കുന്നവനാണ്. ഇതുകൊണ്ടാണ് പാപം ചെയ്തവർക്ക് കൂടുതൽ കൃപ കൊടുക്കുന്നത്. റോമ 5:20 പാപം ചെയ്തവർക്ക് കൂടുതൽ കൃപ ദൈവം കൊടുക്കും. മടങ്ങി വരണം, പശ്ചാത്തപിച്ച് മടങ്ങി വരണം. പ്രഭാഷകൻ 17:24-32 ഈശോ ആദ്യം വന്ന് പറഞ്ഞ വചനം ഏതാണ് പറയാമാർക്കുന്നത്? മാർക്കോസ് 1:15 എന്താ പറഞ്ഞത്? സമയം പൂർത്തിയായിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അതുകൊണ്ടാണ് പശ്ചാത്തലം വന്നാൽ മാത്രമേ സുവിശേഷം ഈ ബൈബിൾ വിശ്വസിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വിശ്വസിക്കില്ല. വിശ്വസിക്കുന്നവന് ഇത് ശക്തിയാണ്. അതാണ് 1 കൊരിന്ത്യർ 1:18. അതാ റോമ 1:16-17 വചനം വിശ്വസിക്കുന്നവന് ശക്തിയാണ്. അതാണ് ഞങ്ങളുടെ കൂടെയൊക്കെ കർത്താവ് പ്രവർത്തിക്കുന്നത്. അതായത് ഞങ്ങളുടെ മഹത്വമൊന്നുമല്ല, കർത്താവിൻ്റെ കൃപയാണ്. ആ കൃപ നമ്മുടെ ആത്മാവിൻ്റെ കൂടെയാണ്. ഗലാത്യ 6:7-17-18 ഈ മരിക്കുമ്പോൾ ചെവിട്ടോർമ്മ വിളിക്കാതെ വിളിച്ചാൽ മതിയോ? പോവോ? ഇല്ല, പോയേല. എങ്ങനെയെങ്കിലും ഈശ്വരനെ അറിയാട്ടെ എന്നാണ് വിളിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് കേൾക്കട്ടെ, പശ്ചാത്താപം വരട്ടെന്നായിരുന്നു. എന്നാലും മരിക്കുമ്പോൾ എന്തായിരിക്കും? സ്വർണത്തേക്ക് ഒരു പിടുത്തമായിരിക്കും ഇല്ലേ? അല്ലെങ്കിൽ പെട്ടിയുടെ താക്കോൽ നോക്കും, അല്ലെങ്കിൽ മരുമൻ വന്ന് കട്ടുകൊണ്ട് പോകാൻ നോക്കും ഇല്ലേ? ഇങ്ങനെയുള്ള പെപ്രാളമായിരിക്കും. വചനം ഉണ്ടെങ്കിലോ മരണത്തെ പേടിയുണ്ടാവുമോ? അല്ലെങ്കിൽ ഏറ്റവും പേടി എന്തായിരിക്കും? മരണമെന്ന് കേൾക്കുമ്പോഴാണ്. കണ്ടോ, ഭയം ഒക്കെ ഉണ്ടാകുന്ന മരണമാണ്. ഈശോ വന്നാലോ, വചനം വന്നാലോ അതെല്ലാം എടുത്ത് കർത്താവ് മാറ്റും. നമ്മുടെ ഭയമെല്ലാം പോകും. ഭയപ്പെടുന്ന എന്തുകൊണ്ടാണ്? സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ്. 1 യോഹന്നാൻ 4:18 സ്നേഹം വരുമ്പോൾ ഭയമെല്ലാം പോകും. 1 പത്രോസ് 4:8 നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയും സ്നേഹം വരും. ഇതാണ് ദൈവസ്നേഹമാണ്. ഈശോ ആദ്യം വന്ന് പറഞ്ഞത് തന്നെ എന്താണ്? യോഹന്നാൻ 13:34-35 ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക.
പരസ്പരം സ്നേഹിച്ച് വരുമ്പോഴാണ് ദൈവസ്നേഹം വരുന്നത്. അത് വചനം പാലിക്കുമ്പോഴാണ് ദൈവസ്നേഹം വരുന്നത്. 1 യോഹന്നാൻ 5:1-4 കൂടുതൽ സ്നേഹം വരുന്നത് കണ്ടോ, വചനം പാലിക്കുമ്പോഴാണ്. അതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, പരമപ്രധാനം കൽപ്പന പാലിക്കുകയാണ്. 1 കൊരിന്ത്യർ 7:19. അല്ലാതെ കൽപ്പനകൾ പാലിക്കണമെങ്കിൽ വചനം വരണം. വചനമില്ലെങ്കിൽ നിങ്ങളെല്ലാം കാറ്റാണ്. ജെറമ്യ 5:13. അതുകൊണ്ടാണ് വചനത്തിൽ ആശ്രയിക്കാതെ ദർശനം കൊണ്ട് നടന്നാൽ പരിഹാസപാത്രമായി നിങ്ങളെല്ലാം മാറും. വചനമാണെങ്കിൽ അവസാനം വരെ നിൽക്കും. അതാണ് ഉൽപ്പത്തി 3:24 ഒരു വാൾ സ്ഥാപിച്ചിരിക്കുന്നത്, അതിൽ കൂടി എല്ലാവരും കടന്നു പോകണമെന്ന് പറയുന്നത്. അപ്പോൾ യൂദാസ് ആരാണെന്ന് അറിയണ്ടേ? വായിച്ചില്ല, ഒന്ന് വായിക്കുക. യൂദാസ് യോഹന്നാൻ 12:1. മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥാനിയയിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുൻപ് യേശു വന്നു. അവർ അവന് അത്താഴം ഒരുക്കി. മർത്ത പരിചരിച്ചു. അവനോടുകൂടി ഭക്ഷണത്തിനിരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദിൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റിക്കൊടുക്കാനിരുന്നവനുമായ യൂദാസ് കറിയോത്ത പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? അവൻ ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നത് കൊണ്ടല്ല, പ്രത്യുത അവൻ ഒരു കള്ളനായിരുന്നത് കൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നത് കൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ്. യേശു പറഞ്ഞു, അവൾ തടയണ്ട, എൻ്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. ദരിദ്രൻ എപ്പോൾ പറയാം, അത് എന്നും ഉണ്ടാവും. അവസാനം വരെ ഉണ്ടോ, ലോകാവസാനം വരെ ആർക്കും സാധിക്കില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ മനുഷ്യരിലെ നാമിരിക്കുന്നതെന്ന് ഈശോയ്ക്ക് അറിയാമെന്ന് പറഞ്ഞത്.